നമസ്കാരം. ജർമ്മനിയിലെ സുഖവാസ കേന്ദ്രത്തിലിരുന്ന് ഇന്ത്യക്കെതിരെ നിരന്തരം വിഷം തുപ്പുന്ന ഡിജിറ്റൽ കൂലിപ്പട്ടാളം ദ്രുവ്റാട്ടിക്ക് സ്വന്തം കോപ്രായങ്ങൾ കണ്ട് മുഖത്ത് കിട്ടിയ അടി ചില്ലറയൊന്നുമല്ല. ഡൽഹിയിലെ സമരങ്ങളുടെ പേരിൽ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ നോക്കിയ ഈ ജർമ്മൻ വാടക വിമർശന് ജനങ്ങൾ നൽകിയ കിടിലൻ മറുപടി കണ്ട് ഇപ്പോൾ സൈബർ ലോകം മുഴുവൻ ചിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയും കൂട്ടരും ചേർന്ന് നടത്തുന്ന കള്ളക്കളികളും നാടകങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആ അർദ്ധരാത്രി പ്രസംഗത്തെ പരിഹസിക്കാൻ വന്ന റാട്ടിക്ക് കിട്ടിയത് കനത്ത പ്രഹരമാണ്. സ്വന്തം യജമാനന്മാരായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും വെള്ളപൂശാൻ ഇറങ്ങിയ ഈ മാന്യന്റെ മുഖം മൂടി ഇന്ന് ജനങ്ങളുടെ മുന്നിൽ പൂർണ്ണമായി അഴിഞ്ഞു വീണിരിക്കുന്നു. ഒരു സാധാരണ രക്ഷിതാവിന്റെ കരുതലോടും ആശങ്കയോടും കൂടി രാജ്യത്തെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി എടുത്ത ആ അസാധാരണമായ തീരുമാനത്തെ ലോകം മുഴുവൻ കൈയടിച്ച് അംഗീകരിച്ചപ്പോഴാണ് ജർമ്മനിയിലെ സേഫ് സോണിലിരുന്ന് ഈ വിവരദോഷി മോദിയുടെ ശരീരഭാഷയെ ചോദ്യം ചെയ്യാൻ വന്നത്. ടെലിപ്രോംപ്റ്റർ ഇല്ലെന്നൊക്കെ പറഞ്ഞ് മോദിയെ പരിഹസിക്കാൻ നോക്കിയ റാട്ടിയോട് സോഷ്യൽ മീഡിയ ചോദിച്ച ചോദ്യം ഒരൊറ്റ കാര്യമാണ്. ലോകത്ത് നെഹ്റുവിനേക്കാളും ഇന്ദിരാഗാന്ധിയേക്കാളും കാലം ഇന്ത്യയെ തുടർച്ചയായി നയിച്ച ഈ ഭരണാധികാരിയുടെ ഉറച്ച തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ നീയൊക്കെ ആരാണ്? നിന്റെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വാക്ക് പോലും സ്വന്തമായി സംസാരിക്കാൻ അറിയാത്തവനല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്നവരുടെ കണ്ണീരിൽ രാഷ്ട്രീയം കളിക്കാൻ നോക്കിയ രാഹുലിന്റെയും പ്രിയങ്കയുടെയും കപട നാടകങ്ങളെ സോനം വാങ്ചുക് പോലും തെരുവിലിട്ട് ചോദ്യം ചെയ്ത ആ അപമാനകരമായ കാഴ്ച ഈ മൂട് താങ്ങി കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇങ്ങ് സൗത്ത് മുതൽ അങ്ങ് നോർത്ത് വരെയുള്ളവർ ചോദിക്കുന്നത്. ജന്തർ മന്ദറിലെ സമരവേദിയിൽ കാലുപോലും കുത്താൻ ധൈര്യമില്ലാതെ രാത്രിയുടെ മറവിൽ മോദിയുടെ വസതിക്ക് മുന്നിൽ രഹസ്യമായി ഒളിച്ചു നോക്കിയ ആ പരുങ്ങൽ നാടകം എത്ര കാലം ജനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും? ഇന്ത്യയുടെ ഖജനാവ് കൊള്ളയടിക്കാൻ വന്നവരുടെ സ്വപ്നങ്ങൾ തകർത്ത് കഴിഞ്ഞ 12 വർഷമായി ഈ രാജ്യത്തിന്റെ വികസനത്തിനായി മാത്രം രാപ്പകൽ പണിയെടുക്കുന്ന ഒരു ഭരണാധികാരിയുടെ ശരീരഭാഷയെ കുറ്റം പറയാൻ റാട്ടിക്കും കൂട്ടർക്കും എന്ത് യോഗ്യതയാണുള്ളത്? ഒന്നിനും കൊള്ളാത്ത നിന്റെ ആ യജമാനനോട് പോയി മോദിയിൽ നിന്ന് 4 അക്ഷരം രാഷ്ട്രീയം പഠിക്കാനാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. നീറ്റ് പരീക്ഷ പേപ്പർ ചോർക്കുന്ന കുറ്റവാളികൾക്ക് കനത്ത ശിക്ഷ ഉറപ്പാക്കാനും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുമുള്ള ചരിത്രപരമായ തീരുമാനമെടുത്ത് മണിക്കൂറുകൾക്കകം പ്രക്ഷോഭങ്ങൾ തണുപ്പിച്ച ആ മാസ്റ്റർ സ്ട്രോക്ക് കണ്ട് വിറച്ചാണ് ഇക്കൂട്ടർ ഇപ്പോൾ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. മോദി എടുത്ത ആ ഒരൊറ്റ ശക്തമായ തീരുമാനത്തിൽ തൃപ്തനായി സോനം വാങ്ചുക് പോലും സമരം അവസാനിപ്പിച്ചപ്പോൾ ഇവിടെ കലാപത്തിന് കോപ്പുകൂട്ടിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും പാക് പ്രോക്സികളുടെയും സകല പദ്ധതികളുമാണ് പൊളിഞ്ഞു പാളിസായത്. മോദിയെ താഴെയിറക്കാൻ രാപ്പകൽ പണിയെടുത്ത ഈ ഡിജിറ്റൽ കൂലിപ്പട്ടാളത്തിന്റെ നെഞ്ചത്തടിയേകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ കണക്കുകൾ പുറത്തു വന്നത്. വ്യാഴാഴ്ച രാത്രി ആ ഒരൊറ്റ വീഡിയോ പുറത്തു വന്നതോടെ നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത് 10 ലക്ഷത്തിലധികം പുതിയ ഫോളോവേഴ്സാണ്. വെറും ഒരൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം 10 കോടി കടന്ന് കുതിച്ചുയർന്നപ്പോൾ മോദിയെ പരിഹസിക്കാൻ ഇറങ്ങിയ റാട്ടിയും കൂട്ടരും എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ്. തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച ഈ ചരിത്രപരമായ ജനപിന്തുണ കണ്ട് വെറും വാർത്തകളിൽ ഒതുങ്ങാതെ റീലുകളിലൂടെയും തത്സമയ സംവാദങ്ങളിലൂടെയും രാജ്യത്തെ പുതിയ തലമുറയുമായി നേരിട്ട് സംവദിക്കാൻ കേന്ദ്രമന്ത്രിമാരോടും MP-മാരോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടൊന്നും തീരുന്നില്ല. വെള്ളിയാഴ്ച രാത്രി വീണ്ടും ഒരു പുതിയ വീഡിയോ സന്ദേശവുമായിട്ടാണ് മോദി യുവജനങ്ങളുടെ അടുത്തേക്ക് എത്തിയത്. ഫ്രണ്ട്സ് എന്ന് വിളിച്ചുകൊണ്ട് ആരംഭിച്ച ആ വീഡിയോയിൽ കഴിഞ്ഞ രാത്രി തനിക്ക് ലഭിച്ച സ്നേഹത്തിനും നിർദ്ദേശങ്ങൾക്കും യുവജനങ്ങളോട് അദ്ദേഹം നന്ദി പറയുകയുണ്ടായി. എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം നിലനിൽക്കും, നമ്മുടെ ഈ ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ അതിശക്തമായ നിയമനിർമ്മാണങ്ങളും നടപടികളുമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടലുകൾ കൂടി വന്നതോടെ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഒതുക്കമുണ്ടായിരുന്ന അവസാന ആയുധവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച് മുതലെടുപ്പ് നടത്താമെന്ന് വ്യാമോഹിച്ച രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും കിട്ടിയ ഈ ഏറ്റവും വലിയ പ്രഹരമാണ് മോദിയുടെ ജനകീയ സമീപനം. രാജ്യത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും തകർക്കാൻ ജർമ്മനിയിലിരുന്ന് തുമ്പിക്കൈ വീശുന്ന ദ്രുവ്റാട്ടിയെ പോലുള്ള കൂലിപ്പത്രക്കാരുടെയും ഡിജിറ്റൽ മാടമ്പിമാരുടെയും കള്ളത്തരങ്ങൾ ഇന്ത്യയിലെ യുവത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വിദേശത്തു നിന്നും രാജ്യത്തിനെതിരെ വിഷം ചീറ്റുന്ന ഇത്തരം വിടുവായന്മാരെ ജനങ്ങൾ എക്കാലത്തും പാഠം പഠിപ്പിച്ചിട്ടേയുള്ളൂ. മോദിയുടെ ഈ ജനകീയ മുന്നേറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ വല്ലവന്റെയും വാലുപിടിച്ച് ജീവിക്കുന്ന റാട്ടിമാരുടെ അവസാന തന്ത്രങ്ങളും ഇതോടെ പരാജയപ്പെട്ടിരിക്കുകയാണ്.
രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തി ഏത് പ്രതിസന്ധിയെയും മുന്നിൽ നിന്ന് നയിക്കുന്ന നരേന്ദ്രമോദിയുടെ കരുത്തിന് മുന്നിൽ വിറളി പിടിച്ച് നശിക്കാനേ ഈ കുടില ബുദ്ധികൾക്ക് വിധിയുള്ളൂവെന്ന് കാലം വീണ്ടും തെളിയിച്ചിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലിരുന്ന് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്ന ഇത്തരം ശക്തികൾക്കെതിരെ രാജ്യത്തെ യുവത്വം ഇനിയും ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി വിദ്യാർത്ഥി സമൂഹത്തെ കരുവാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിന്റെയും അവരുടെ വാടക മാധ്യമങ്ങളുടെയും കുടില തന്ത്രങ്ങളെ ഓരോ ഇന്ത്യക്കാരനും തിരിച്ചറിയേണ്ട സമയം കൂടിയാണിത്. രാജ്യത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ നോക്കുന്ന സകല ശക്തികളെയും ജനങ്ങളുടെ പിന്തുണയോടെ നേരിട്ട് മുന്നേറുന്ന നരേന്ദ്രമോദിയുടെ ഭരണ മികവ് തന്നെയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ അഭിമാനം വാനോളം ഉയർത്തുന്നത്. അതിനാൽ തന്നെ ഇത്തരം അപവാദ പ്രചാരണങ്ങളിൽ അഭിരമിക്കുന്ന വിടുവായന്മാരെ അവഗണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മുന്നേറ്റത്തിനായി കൈകോർക്കാൻ ഓരോ പൗരനും തയ്യാറാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുസ്ഥിരതയ്ക്കും എതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ എക്കാലത്തും ഇത്തരം കുപ്രചാരണങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുമുണ്ട്. രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിയും സുരക്ഷയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിക്കൊപ്പം ഉറച്ചു നിൽക്കാൻ നമ്മുടെ യുവജനങ്ങൾ തയ്യാറാകുമ്പോൾ അത്തരം വിദേശ ശക്തികളുടെ എല്ലാ കുതന്ത്രങ്ങളും വെറും ജലരേഖയായി മാറുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അടിസ്ഥാനരഹിതമായ വിമർശനങ്ങളെയും വ്യാജ പ്രചാരണങ്ങളെയും അവഗണിച്ച് രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി ഒരുമിച്ച് നിൽക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സമാനതകളില്ലാത്ത വികസന മുന്നേറ്റങ്ങളിലൂടെയും ജനക്ഷേമ പദ്ധതികളിലൂടെയും രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന ഭരണാധികാരിയുടെ ഓരോ ചുവടുവെപ്പും ശത്രുപക്ഷത്തെ വിറളി പിടിപ്പിക്കുന്നു എന്നത് വ്യക്തമായ സത്യമാണ്. അതുകൊണ്ട് തന്നെ വിദേശ ഇടങ്ങളിലിരുന്ന് നുണക്കഥകൾ മെനയുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധരുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയുടെ കരുത്തും യുവത്വത്തിന്റെ ആത്മവിശ്വാസവും മനസ്സിലാക്കാൻ കഴിയാത്ത ഈ വാടക വിമർശകർക്ക് വരും നാളുകളിലും ഇതിനേക്കാൾ വലിയ തിരിച്ചടികൾ തന്നെയാകും ജനങ്ങൾ കാത്തുവച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായി നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സന്ദർഭമാണിത്. വിദേശ മാധ്യമങ്ങളുടെയും കപട സാംസ്കാരിക നായകരുടെയും ഇത്തരം ദുഷ്പ്രചാരണങ്ങളെ സമർത്ഥമായി പ്രതിരോധിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ ഓരോ രാജ്യസ്നേഹിയും തയ്യാറാകേണ്ടതുണ്ട്. ഇന്ത്യയുടെ വളർച്ചയെ അസൂയയോടെ നോക്കുന്ന ശക്തികളുടെ മുനയൊടിക്കാൻ നമ്മുടെ ഐക്യത്തിന് മാത്രമേ കഴിയൂ. നമ്മുടെ മാതൃരാജ്യത്തിന്റെ മഹത്വവും പാരമ്പര്യവും ലോകവേദികളിൽ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന അല്പബുദ്ധികൾ എക്കാലത്തും ഒറ്റപ്പെടുക തന്നെ ചെയ്യും. രാജ്യത്തിന്റെ അടിത്തറ തോണ്ടാൻ ഇറങ്ങിത്തിരിച്ച ഇത്തരം കപട ദേശസ്നേഹികളുടെ മുഖം മൂടി ഓരോ ദിവസവും ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ വ്യക്തമായി അഴിഞ്ഞു വീഴുകയാണ്. വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു നാളെ സമ്മാനിക്കാനായി അക്ഷീണം പ്രയത്നിക്കുന്ന ഭരണാധികാരികൾക്കൊപ്പം എന്നും നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. വിദേശ ശക്തികളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ഇത്തരം ഡിജിറ്റൽ കൂലിപ്പട്ടാളങ്ങളുടെ വില കുറഞ്ഞ കുതന്ത്രങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നമുക്ക് സജീവമായി പങ്കാളികളാകണം. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു സമൂഹത്തിന് മുന്നിൽ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ഒരിക്കലും ആയുസ്സുണ്ടാകില്ലെന്ന് തീർച്ചയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു രാഷ്ട്രീയ പ്രസക്തിയുള്ള വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.